വിഭജികയുടെ കുഞ്ഞിന്റെ സംസ്കാരത്തിൽ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ്. വിഭജികയുടെ ഭർത്താവ് നിതീഷിനെ കോൺസുലേറ്റിലേക്ക് വിളിപ്പിച്ചു. ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റിൽ ചർച്ച നടക്കുകയാണ്. സംസ്കാര ചടങ്ങിന് കൊണ്ടുവന്ന ശേഷം മൃതദേഹം തിരികെ കൊണ്ടുപോയി. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുരേഷ്, വിഭജികയുടെ കുടുംബം ആ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കോൺസുലേറ്റ് വിളിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ചർച്ച നടക്കുന്നുണ്ട്. ഒരു അനിശ്ചിതത്വം സംസ്കാരത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണ് അറിയാൻ കഴിയുന്നത്? പൂജ, വളരെ നാടകീയമായിട്ടുള്ള ഒരു സംഭവമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. കാരണം വൈഭവിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി മൃതദേഹം ഷാർജയിലെ ക്രിമറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഈ നിതീഷിന്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നും നിതീഷിന് ഫോൺ വന്നിട്ടുള്ളത്. സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടത്തരുത്, എത്രയും പെട്ടെന്ന് കോൺസുലേറ്റിൽ എത്തണം എന്നാവശ്യപ്പെടുന്നു. ആദ്യം നിതീഷ് കോൺസുലേറ്റിലേക്ക് പോയി, അതിനുശേഷം ഇപ്പോൾ മൃതദേഹവും ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും ഇന്ത്യൻ കോൺസുലേറ്റിൽ ചർച്ച നടക്കുകയാണ്. കാരണം അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, മൃതദേഹം ഇവിടെ സംസ്കരിക്കരുത്, നാട്ടിലേക്ക് കൊണ്ടുപോയി നിതീഷിന്റെ വീട്ടിൽ സംസ്കരിച്ചോട്ടെ എന്നുള്ളതാണ് അമ്മ കോൺസുലേറ്റിനെയൊക്കെ അറിയിച്ചിട്ടുള്ളത്. അത്തരമൊരു നിലപാടാണ് അല്പം മുൻപ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ വിഭജികയുടെ കുടുംബം അറിയിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ അത്തരമൊരു നേരത്തെ പറഞ്ഞിരുന്നത് മൃതദേഹം വിട്ടുകിട്ടണം എന്നുള്ളതായിരുന്നു വിഭജികയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ മൃതദേഹം വിട്ടുകിട്ടണമെന്നല്ല ആവശ്യപ്പെടുന്നത്, മറിച്ച് നിതീഷ് കൊണ്ടുപോയി കോട്ടയത്ത് സംസ്കരിച്ചാലും കുഴപ്പമില്ല എന്ന് അറിയിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നത്. ഇനി നിതീഷിന്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും കോൺസുലേറ്റ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. പക്ഷേ നിതീഷ് സ്വാഭാവികമായും ഇക്കാര്യത്തിൽ പറയാൻ സാധ്യതയുള്ളത് ഇവിടെ കേസ് നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തനിക്ക് നാട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടത്തിയാൽ അതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നായിരിക്കും ഈ ചർച്ചയിലും നിതീഷ് ഉന്നയിക്കുക. അപ്പോഴായിരിക്കും ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഒരു തീരുമാനം വരാൻ പോകുന്നത്. ഇത് ചർച്ചയും ഇങ്ങനെയുള്ള തർക്കവും നീണ്ടുപോകുകയാണെങ്കിൽ ഒരുപക്ഷെ സംസ്കാരം ഇത് നടന്നില്ല എന്നും വരാം. ഏതായാലും ചർച്ച ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്. നാടകീയ സംഭവങ്ങളാണ്. എന്തായാലും ഇന്ത്യൻ കോൺസുലേറ്റ് ഇതിൽ ഇടപെട്ടിരിക്കുകയാണ്. കുഞ്ഞിന്റെ സംസ്കാരം ഇന്ന് ഷാർജയിൽ നടന്നില്ല. നാട്ടിലെത്തിച്ച് മൃതദേഹം സംസ്കരിക്കണമെന്നാണ് വിഭജികയുടെ കുടുംബത്തിന്റെയും ആവശ്യം. ചർച്ചകൾ അവിടെ പുരോഗമിക്കുകയാണ്.